പരുന്തുംപാറ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ CP മാത്യു പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, കയ്യേറ്റം ഒഴിപ്പിക്കുക, കയ്യേറ്റത്തിൽ ഇടതുപക്ഷ നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ നേതൃത്വത്തിൽ പരുന്തുംപാറയിലെ കയ്യേറ്റ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രതിഷേധം ആരംഭിച്ചത്. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി നജീബ് സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ CP മാത്യു പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ആ മേഖല മുഴുവൻ വെട്ടി നിരത്തി മുട്ടക്കുന്നുകൾ മനോഹരമായ പ്രദേശം മണിമാളികകൾ പടുത്ത് ഉയർത്തി നിൽക്കുകയാണ്. ഈ ലാത്തിയൊക്കെ കുത്തേണ്ടത് ആ പണിയുടെ ഉമ്മാർക്കൊക്കെയാണ്. അതിൻ്റെ പണം നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഷാജി പൈനാടത്ത്, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, പ്രസിഡന്റുമാരായ ടോണി തോമസ്, ഷാരി ബിനുശങ്കർ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ പ്രസംഗിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.